ശ്രീ ജോർജ് ജോസഫ്, അതാണ് ഈ തിരക്കുകളൊന്നും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ലേ? അതിനൊന്നും ഒരു സംവിധാനമേ ഇല്ലേ? അല്ലെങ്കിൽ ആ സംവിധാനങ്ങളൊന്നും പ്രായോഗികമാക്കുക എന്നത് ഇത്രമേൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ജോബി പറഞ്ഞ പോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നിയമത്തെപ്പറ്റി ബോധവാന്മാരാകുന്നത്. വാചാലമാകും. ചാനലുകാരും പത്രക്കാരും രാഷ്ട്രീയക്കാരും മന്ത്രിയും ഒക്കെ വാചാലമാവും. ഇപ്പം തന്നെ 5 കുരുന്ന് ജീവൻ അവിടെ പോയി. അവരുടെ അധ്യാപകരെയും ജീവൻ പൊലിഞ്ഞു. ട്രാൻസ്പോർട്ടിൽ ഒന്നും പ്രതീക്ഷിക്കാതെ അതുങ്ങൾ പുറകെ ഇരുന്ന ആ 3 പേരും മരിച്ചു. 9 പേരുടെ ജീവനാണ് എടുത്തത്. നമുക്ക് ഓരോരോ സന്ദർഭത്തിലും കേരളത്തിലെ പല ഇതുപോലുള്ള ആക്സിഡൻറ്റ് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വാചാലമാകും. എന്താണ് ഇവിടെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്? എന്താണ് ഇവിടുത്തെ പോലീസ് ചെയ്യുന്നത്? ഞാൻ എല്ലാവരെയും പഴിക്കുകയാണ്. കാരണം സ്കൂൾ അധികൃതരും അതെ, അതുപോലെ മാനേജ്മെൻറ്റിനും അതെ, പോലീസിനെയും മോട്ടോർ വെഹിക്കിളിനെയും എല്ലാവരെയും. കാരണം രാത്രിയിൽ കുട്ടികളെയും കൊണ്ട് വിനോദയാത്ര പോകാൻ പാടില്ലെന്ന നിയമമുണ്ട്. ആരാണ് അനുസരിക്കുന്നത്? ഈ വണ്ടി തന്നെ രാത്രിയിലല്ലേ തിരിച്ചത്. അപ്പോൾ അത് നമ്മൾ ഇനിയെങ്കിലും നടപ്പാക്കിയേ പറ്റുള്ളൂ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് ആ നിയമം നടപ്പാക്കണം. കാരണം രാത്രി 10-ന് ശേഷം ഒരു വണ്ടിയും കേരളത്തിൽ കുട്ടികളുമായിട്ട് ഓടാൻ പാടില്ല. രാവിലെ 6 മണിക്ക് ശേഷമേ പിന്നെ ഓടാൻ പാടുള്ളൂ. ടൂർ പോകുന്ന കുട്ടികൾ ആ വാഹനം 10 മണി കഴിഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റേഷൻ ചെയ്യണം, കുട്ടികൾ കിടക്കണം. അതിനുശേഷം രാവിലെ 6-ന് ശേഷം അവർക്ക് തുടരാം. അതേ സമയത്ത് ഇതിൻ്റെ സ്പീഡ് 97.7, 98 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോയി. അപ്പോൾ അത് നിയന്ത്രിക്കണം. വേഗപ്പൂട്ട് വേണം. വേഗപ്പൂട്ട് ഇട്ട് എന്ന് പറഞ്ഞ് ടെസ്റ്റൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ വർക്ക്ഷോപ്പിൽ കൊണ്ട് അതങ്ങ് മാറ്റുകയാണ്. അപ്പോൾ 60 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് ഈ കുട്ടികളെയും കൊണ്ട് ഒരു ടൂറും പോകാൻ പാടില്ല. 55-60 മാക്സിമം. രാത്രിയിലുള്ള പരിച്ഛേദം നിർത്തണം. അത് മാതാപിതാക്കളെ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നഷ്ടപ്പെടുന്നത്. മാതാപിതാക്കളും ടീച്ചേഴ്സും ഒക്കെ അത് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും രാത്രി 10-ന് ശേഷം വാഹനം വിടാൻ പാടില്ല. അത് കർശനമായിട്ട്. ഈ അപകടം ഉണ്ടായതിൻ്റെ അതിനുശേഷം ഇതാ പോയിരിക്കുന്ന കുട്ടികൾ എത്ര വണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വേഗപ്പൂട്ട് ഒരു മസ്റ്റാണ്. 55-60 കിലോമീറ്റർ അപ്പുറത്ത് പോകാൻ പാടില്ല. അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? കാരണം അത് ഈ വണ്ടി പോകുന്ന സമയത്ത് മോട്ടോർ വെഹിക്കിളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരാൾ ഏത് സ്കൂളിൽ നിന്നാണ് പോകുന്നത് അവരെ അറിയിച്ചിട്ട് കൃത്യമായിട്ട് വന്ന് വേഗപ്പൂട്ട് കറക്റ്റായിട്ടാണോ കിടക്കുന്നതെന്ന് നോക്കണം. അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേറൊരു മാർഗം ഞാൻ നോക്കിയിട്ട് തൽക്കാലം കാണുന്നില്ല. അതുപോലെ തന്നെ എത്ര എക്സ്പെർട്ട് ഡ്രൈവറാണെന്ന് പറഞ്ഞാലും ശരി, ഈ വാഹനത്തിൻ്റെ അകത്ത് അവർ വെച്ചിരിക്കുന്ന ചെവി തുളയ്ക്കുന്ന രീതിയിലുള്ള സംഗീതങ്ങളും അതിനകത്തുള്ള ബാൻഡും ബഹളവും അതിനകത്തുള്ള ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എല്ലാം ഒരു പൂരമാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾ കിടന്ന് ചാടും, ഡ്രൈവറും കണ്ടക്ടറും അതിൻ്റെ അകത്ത് കിടന്ന് ഡാൻസ് കളിക്കും. ഇയാൾ ഡാൻസ് കളിച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു കൊലപാതകം തന്നെയാണ്. ഇങ്ങനെയുള്ളവർക്ക് 304 റാഷ നെഗ്ലിജൻ്റ് അല്ല ഇടേണ്ടത്, കൊലപാതകത്തിന് തന്നെ ഇടണം. ഇങ്ങനെയുള്ളവന്മാർ ഇത്രയും ജീവൻ കളഞ്ഞ ഒരുത്തിന് ഒരു റാഷ നെഗ്ലിജൻ്റെ പരിധി കൊണ്ട് നിയമം മാറിയേ പറ്റുള്ളൂ. മർഡർ തന്നെ ആണിത്. അങ്ങനെയുള്ളവർ ഇനി ജീവിതത്തിൽ വെളിയിൽ ഇറങ്ങരുത്, അവർ ജയിലിൽ തന്നെ കിടക്കണം. എത്ര കുടുംബങ്ങളെയാണ് നശിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിലോട്ട് നമ്മൾ മാറണം. എങ്കിൽ ഇതിന് പരിഹാരമുള്ളൂ. അല്ല വെറുതെ ഇത് നമ്മൾ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയാമല്ലോ ഹെൽമറ്റ് എന്ത് കർശനമായിട്ട് അത് എൻഫോഴ്സ് ചെയ്തപ്പം ആ ഹെൽമറ്റ് കൊണ്ട് ഒത്തിരി പേരെ നമുക്ക് ഇപ്പം ജീവൻ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് വേഗപ്പൂട്ട് 60 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് സ്കൂളിൽ ഒരു ബസ്സും പോകാൻ പാടില്ല ടൂറ്. പിന്നെ എന്തിനാണ് കേരളത്തിന് വെളിയിലോട്ട് ടൂർ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ എത്രയോ ബുദ്ധിജീവികൾ ഇന്ത്യക്ക് സംഭാവന ചെയ്ത് നമ്മളെല്ലാവരും അന്ന് ഇത്രയും ഇൻ്റർസ്റ്റേറ്റ് യാത്ര ചെയ്യാതെയും നാട്ടിൻപ്രദേശത്തും ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു വളർന്നവരൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, സൈലൻസർ. ഇതുപോലെയുള്ള ശബ്ദം ഒരു മേളം വെച്ചിട്ട് പോയാൽ വെളിയിൽ നടക്കുന്ന ഒന്നും അവർക്കും അറിയില്ല. ആൾക്കാർക്ക് ഭയപ്പെട്ട് മാറുകയാണ് ഈ വണ്ടി വരുമ്പോൾ. ആ വണ്ടിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നമ്മളെ അതിന് വ്യത്യസ്തമായ അതിൻ്റെ അകത്ത് റെഡും അല്ലെങ്കിൽ പല കളറും
തോന്നിവാസമുള്ള വണ്ടിക്ക് വെള്ള കളറാണ് വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും ആരും അനുസരിക്കുന്നില്ല. ഇത് മറ്റുള്ളവരുടെ നമ്മളെ വേറെ വണ്ടിക്കാരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും. കാരണം ഇത് അപ്പോൾ അതുകൊണ്ട് കളറ് വെള്ളയായിരിക്കണം. ഇനി ഞാനൊരു കാര്യം പറയാം. കേരളത്തിലുള്ള ധാരാളം ബസ് ഓണേഴ്സ് ഉണ്ട്. ഇവിടുന്ന് അന്യദേശ തൊഴിലാളികൾ അവിടെ നിന്ന് വന്നു പോകുന്നതെല്ലാം ഇപ്പം ബസ്സിലാണ്. അവർക്ക് ഇഷ്ടം പോലെ 40 ലക്ഷം ജനങ്ങളുണ്ട് അന്യദേശ തൊഴിലാളികൾ കേരളത്തിൽ. അതുകൊണ്ട് ഇനി ട്രാൻസ്പോർട്ട് ബസ് സ്വിഫ്റ്റൊക്കെ നല്ല സുന്ദരം ബസ് വന്നു കഴിക്കുന്നു. ട്രാൻസ്പോർട്ടർ അവർക്കൊരു വരുമാനവും ട്രാൻസ്പോർട്ട് ബസ്സിൽ മാത്രമേ കുട്ടികൾ ടൂർ പോകാൻ പാടുള്ളൂ. അങ്ങനെ വന്നാൽ ട്രാൻസ്പോർട്ടിന് വരുമാനം കൂടുന്നത് തന്നെയല്ല, നമുക്ക് ഇഷ്ടം പോലെ നല്ല എക്സ്പെർട്ട് ഡ്രൈവർമാരെ നമുക്ക് ലഭിക്കും. രാത്രി വണ്ടി ഓടിക്കരുത്. ഞാൻ വേറൊരു കാര്യം പറയാം. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഒരു കാർഡ് ഇടണം. ഡ്രൈവർ വണ്ടി ഓടിക്കണമെങ്കിൽ അയാളുടെ ഫിംഗർ പ്രിൻറ്റും ഒക്കെ ചേർന്ന ഒരു കാർഡ് ഇട്ടെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ. 4 മണിക്കൂർ കഴിഞ്ഞാൽ 10 മിനിറ്റ് ബ്രേക്കാണ്. പിന്നെ വണ്ടി അവിടെ നിൽക്കും. ഡ്രൈവർ റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. അതിനുശേഷം അടുത്ത 4 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രൈവർ ആ വണ്ടി അന്നത്തെ 24 മണിക്കൂർ കഴിഞ്ഞേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം നമ്മളൊക്കെ IT വളരെ അഡ്വാൻസ്ഡ് ആണ്. വളരെ സിമ്പിൾ കാര്യമുള്ളൂ ഇത്. അപ്പം 4 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് റെസ്റ്റും, പിന്നെ അടുത്ത 4 മണിക്കൂർ പിന്നെ ആ ദിവസം 24 മണിക്കൂർ അയാൾക്ക് ഇനി ഓടിക്കാൻ പറ്റില്ല. വേറെ ഡ്രൈവറെ വെച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇവിടെ. അപ്പോൾ 4-5 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മുടെ കൊച്ചുങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് എൻ്റെ ആമുഖമായുള്ള പ്രസ്താവന.